ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കഥ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ യജമാനന്റെ ആട്ടിൻകൂട്ടങ്ങളെയും കൂട്ടി മെയ്യാൻ നടന്നതായിരുന്നു. മക്കയിലെ ഒരു മലഞ്ചെരുവിലൂടെയായിരുന്നു അദ്ദേഹം അന്ന് തന്റെ ആട്ടിൻകൂട്ടങ്ങളെയും കൊണ്ട് പോയിരുന്നത്. പെട്ടെന്ന് ഒരു ഗുഹയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഹേ ആട്ടിടയാ, നിങ്ങളുടെ പക്കൽ ഞങ്ങൾക്ക് കുടിക്കാൻ സ്വല്പം പാലുണ്ടാവോ എന്ന് ആരോ ഗുഹയിൽ നിന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഗുഹയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഒന്ന് അൽ-അമീൻ എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുഹമ്മദും മറ്റേത് മക്കയിലെ മറ്റൊരു സമ്പന്ന വ്യാപാരിയായ അബൂബക്കറുമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് നീങ്ങി. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാവുമോ? ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു ആടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ആട് മാത്രമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത്. ഈ ആടിൽ നിന്നുള്ള പാല് മാത്രമാണ് എനിക്കുള്ളത്. സാരമില്ല, നിങ്ങളെ കണ്ടിട്ട് അല്ലാതെ ദാഹിക്കുന്നവരെ പോലെയുണ്ട്, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പാത്രം നൽകി. വലുതൊന്നുമില്ലേ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആടിൽ നിന്ന് ആകെ അത്ര പാലേ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വലിയ പാത്രം ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു വലിയ പാത്രം എടുത്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ആടിനെ കറക്കാൻ തുടങ്ങി. ആ പാത്രം കവിയോളം ആ ആട്ടിൽ നിന്ന് പാല് ലഭിച്ചു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പാല് കുടിക്കാൻ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മതിവരോളം പാല് കുടിച്ചു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവും കുടിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അവർ അത്രയും പാലെടുത്തിട്ടും ആ ആടിന്റെ അകടിൽ വീണ്ടും പാലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുഅ്ജിസത്ത് കണ്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അമ്പരപ്പോടെ നോക്കിയിരുന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ആട്ടിടയാ, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരട്ടെ? ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ട് സമ്മതിച്ചു. അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കേണ്ടത്. പിന്നീട് റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായി മാറി ബിലാൽ റളിയല്ലാഹു അൻഹു.